പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുവിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷകളിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്രിസ്തുവിൽ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവന്റെ ഹൃദയത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ഒരു വലിയ സന്ദേശം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ സന്ദേശം ഇപ്രകാരമാണ്: അടിമത്തത്തിൽ നിന്ന് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായ ഒരു വിടുതൽ നൽകിത്തരും. ആരെങ്കിലും എനിക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ കഴിയുന്നില്ല, എല്ലാ അനുഭവങ്ങളിലും ഞാൻ ഞെരുക്കത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്, അസ്വസ്ഥതയിൽ കൂടെയാണ് കടന്നു പോകുന്നത്, എനിക്ക് മുന്നോട്ടൊരു ഭാവി ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന്റെ നടുവിലാണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷ നിങ്ങളുടേതാക്കി ദൈവം മാറ്റുവാൻ വേണ്ടി പോകുകയാണ്. അത്ഭുതങ്ങൾ നിങ്ങൾ അനുഭവിച്ചറിയുന്ന ഒരു ദിവസമാക്കി ദൈവം മാറ്റുവാൻ വേണ്ടി പോകുകയാണ്. ഒരു നിമിഷം ദൈവിക സന്ദേശത്തിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ സ്വർഗസ്ഥനായ നല്ല പിതാവേ, ഇന്നെന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തികളുടെ മേൽ അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യണമേ. 18 സംവത്സരം കൂനിയായി കിടന്ന സഹോദരിയെ, ഒരു പ്രതീക്ഷ പോലും വ്യക്തിപരമായ അനുഭവത്തിൽ ഇല്ലാത്ത സഹോദരിയെ, ആമേൻ, അങ്ങ് ഇറങ്ങി വന്ന അത്ഭുതം ചെയ്തതുപോലെ ഇന്നെന്റെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന, വിടുതലിൻ ശുശ്രൂഷകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളുടെ മേൽ, ഓരോ വ്യക്തിയുടെ മേൽ അത്ഭുതത്തിന്റെ കരം ദൈവം നീട്ടാൻ പോകുന്നതിനായി ദൈവത്തിന്റെ മഹത്വം തരികയാണ്. ഞാൻ എന്റെ മഹത്വം ജാതികൾക്കും വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ലെന്ന് അരുളി ചെയ്ത ദൈവം, വലിയ ദൈവിക മഹത്വം ഓരോ വ്യക്തികളും ഇന്ന് അനുഭവിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അഡിഷനിൽ കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. രോഗികളായി ഭാരപ്പെടുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒരു നിമിഷം നിങ്ങളുടെ രോഗമുള്ള ഭാഗത്തേക്ക് ഒന്ന് കൈയെടുത്തു വെക്കാൻ പറ്റുമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ ഇവരുടെ ഭവനത്തിന്റെ മേൽ നടക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അത്ഭുത രോഗ സൗഖ്യം, ഹോസ്പിറ്റലുകൾ തള്ളിയ കേസുകൾ, അവൻ ഡോക്ടേഴ്സിന് രോഗം എന്തെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകളിൽ കൂടി കടന്നു പോകുന്നവർ, ഇവരൊക്കെ അത്ഭുതത്തിന്റെ കരം അനുഭവിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യെശയ്യാവിന്റെ പുസ്തകത്തിൽ കർത്താവേ, അങ്ങയുടെ വചനം പറയുന്നത് അങ്ങ് അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്. ഇവർ ഓരോരുത്തരും ആ ദൈവിക സൗഖ്യത്തെ ഇപ്പോൾ തന്നെ അനുഭവിച്ചറിയാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. നമ്മളുടെ വിടുതലിൻ ശുശ്രൂഷകൾ തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ എല്ലാ ദിവസവും രാത്രി 7 മണി തൊട്ട് ഈ ചാനലിലൂടെ നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഇന്ന് തൊട്ട് ഫോളോ ചെയ്ത് തുടങ്ങിക്കോ. എനിക്കറിയാം അനേകരുടെ ജീവിതത്തിന്മേൽ ഈ ശുശ്രൂഷകൾ ഒരനുഗ്രഹത്തിന് കാരണമായി തീർന്നു. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇന്ന് തൊട്ട് ദൈവപ്രവൃത്തികൾ നിങ്ങൾ അനുഭവിച്ചറിയുവാൻ വേണ്ടി പോകുകയാണ്. ആമേൻ. ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ പറഞ്ഞതുപോലെ അടിമത്തങ്ങൾ ദൈവം തകർക്കുന്ന ദൈവമാണ്. ആമേൻ. സ്ലേവറി, അടിമത്തങ്ങൾ ദൈവം തകർക്കുന്ന ദൈവമാണ്. ഒരു വാക്യം പെട്ടെന്ന് വായിച്ചിട്ട് ദൈവം എനിക്ക് നൽകി തന്നിരിക്കുന്ന സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവെച്ച് അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രാവശ്യം കൂടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം. പുറപ്പാട് പുസ്തകം 11-ാം അധ്യായം 13-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം ഇപ്രകാരം പറയുന്നു: അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണേണ്ടതിന് പകൽ മേഘസ്തംഭങ്ങളിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നി സ്തംഭത്തിൽ കൂടെയും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. ഇന്ന്
പ്രാരംഭം തന്നെ ഞാനൊരു ദൂത് പറയാം. നീ ഒറ്റയ്ക്കല്ല, നീ ഒറ്റയ്ക്കല്ല. നീ ഏകാന്തതയിൽ കൂടി കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ ആ ഏകാന്തതയിലും നീ ഒറ്റയ്ക്കല്ല. ആരും നിന്നെ കാണുവാൻ പറ്റാത്ത രീതിയിൽ ഒറ്റപ്പെട്ടു എന്ന് പറയുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ നിന്നോടുള്ള ദൂത്, നീ ഒറ്റയ്ക്കല്ല. നിനക്ക് മുൻപായി നിന്റെ ദൈവം കടന്നു പോകുന്നുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നത് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. ഗലാത്യ ലേഖനത്തിലാണ്. വീണ്ടും അടിമ നുകത്തിൽ കുടുങ്ങിപ്പോകരുത്. അടിമത്തം എന്ന് പറയുന്നത് ഒരു നുകമാണ്. ശത്രു നിന്റെ മേൽ അടിമത്തം വെച്ചാൽ നിന്റെ തല കുനിഞ്ഞിരിക്കും. ഒരിക്കലും നിനക്ക് മുൻപോട്ട് നോക്കാൻ പറ്റുകയില്ല. നമുക്കറിയാം, ദൈവത്തിന്റെ വചനം പറയുന്ന ന്യായാധിപന്മാരുടെ പുസ്തകത്തിന്മേൽ ശത്രു ഇസ്രയേലിന്റെ മേൽ അടിമത്തം കൊണ്ടുവരുവാനിടയായി. മിദ്യാന്യർ ഇസ്രയേലിന്റെ മേൽ ആധിപത്യം ചുമത്തി. ആമേൻ. ദൈവത്തിന്റെ വചനം പറയുന്ന ആധിപത്യം ചുമത്തിയ നാൾ തൊട്ട് അവർക്ക് നേരെ നിൽക്കുവാൻ പറ്റാത്ത രീതിയിൽ അവർ ഗുഹകളിൽ അഭയം പ്രാപിച്ചു, അവർ ഗോഹരങ്ങളിൽ അഭയം പ്രാപിച്ചു. അവരുടെ സ്വാതന്ത്ര്യം പിശാച് ഇടുത്തു കളവാനിടയായി. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികൾ അവരുടെ വ്യക്തിപരമായ അനുഭവങ്ങളിൽ ഇതുപോലെ തന്നെ പിശാചാധിപത്യം ചുമത്തിയിട്ട് നിവർന്നു നിൽക്കുവാൻ പറ്റാത്ത രീതിയിൽ ഒറ്റപ്പെടലിന്റെ അനുഭവത്തിൽ കൂടെ, നിന്നയുടെ അനുഭവത്തിൽ കൂടെ ഒരുപാട് വിഷയങ്ങളിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. അതിൽ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ്, അത്ഭുത വിടുതൽ ഇന്ന് തൊട്ട് നിങ്ങൾ അനുഭവിച്ചറിയാൻ വേണ്ടി പോകുകയാണ്. രാമൻ പറഞ്ഞുകൊണ്ട് ആ പ്രൊഫറ്റിക്കൽ വേർഡിനെ നിങ്ങൾ സ്വീകരിച്ചോ. എന്റെ ദൈവം നിന്റെ ജീവിതത്തിന്റെ മേൽ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ഇവിടെ നമ്മൾ വായിച്ച വാക്യം, ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്നു എങ്കിലും ഇവരെ പിന്തുടരുന്ന ശക്തിയുണ്ടായിരുന്നു. ഇവർക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ പറ്റാത്ത രീതിയിൽ ഇവരെ പുറകോട്ട് വലിക്കുന്ന പൈശാചിക മേഖലയുണ്ടായിരുന്നു. ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ പറയുന്നതും ഇത് തന്നെ ആയിരിക്കും. പക്ഷേ എനിക്ക് മുന്നോട്ട് പോകണമെന്നുണ്ട്, എൻ്റെ ബിസിനസ് മുന്നോട്ട് പോകണമെന്നുണ്ട്, എൻ്റെ ജോലിയുമായിട്ട് എനിക്ക് മുന്നോട്ട് പോകണമെന്നുണ്ട്, എൻ്റെ കുടുംബം നല്ല രീതിയിൽ സന്തോഷത്തിലൊക്കെ പോകണമെന്നെനിക്കുണ്ട്. പക്ഷേ ഒരിക്കലും അത് കഴിയാൻ പറ്റാത്ത രീതിയിൽ എന്തോ എന്നെ ഒന്ന് പുറകോട്ട് വലിക്കുന്ന അനുഭവമാണ്. ഒരിക്കലും സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ല, ഒരിക്കലും ഫിനാൻഷ്യലായ ഫ്രീഡം അനുഭവിക്കുവാൻ പറ്റുന്നില്ല, ഒരിക്കലും മക്കളുമായിട്ടൊന്ന് സന്തോഷത്തോടു കൂടി കഴിയാൻ പറ്റുന്നില്ല. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എപ്പോഴും ഭവനതലത്തിന്റെ മേൽ അസ്വസ്ഥതയിൽ കൂടെയാണ് കടന്നു പോകുന്നത്, പുറകോട്ട് വലിക്കുന്ന അനുഭവം. ഇതിൽപ്പെട്ട വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ പ്രാർത്ഥനയെങ്കിൽ ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്, അത്ഭുതങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന്മേൽ ദൈവം ചെയ്യട്ടെ. ആ അത്ഭുതത്തെ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ സ്വീകരിക്കുക. പിശാച് ഒരിക്കലും നിങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പൈശാചിക ലോകം ഒരിക്കലും നിങ്ങൾ സന്തോഷത്തോടുകൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ എപ്പോഴും അതിലേക്ക് വിടാതെ വണ്ണം അടിമത്തം കൊണ്ടുവന്നിടുവാനിടയായിത്തീരും. ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരമാണ്. യെശയ്യാവിന്റെ പുസ്തകം 10-ാം അധ്യായം 27-ാം വാക്യം. അന്നാളിൽ അവരുടെ ചുമട് അവരുടെ തോളിൽ നിന്ന് ദൈവം നീക്കും, അഭിഷേകം നിമിത്തം മുഖം തകർന്നു പോകും. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ മീറ്റിംഗിന്റെ മേൽ ഇതിന്റെ നടുവിൽ വെളിപ്പെടുന്ന അഭിഷേകവും ദൈവശക്തിയാലും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന്മേൽ വെളിപ്പെട്ടു നിൽക്കുന്ന ആ മുഖങ്ങൾ യേശുവിന്റെ നാമത്തിൽ തകർന്നു മാറുകയാണ്. പ്രാർത്ഥനയോടുകൂടി ആ വേദന നിങ്ങൾ സ്വീകരിച്ചോ, അത് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ നടന്നിരിക്കും. ആമേൻ. ഇസ്രായേൽ ജനം ദൈവിക പദ്ധതിയിലേക്ക്, ദൈവം ചിന്തിച്ചിരിക്കുന്ന മേഖലകളിലേക്ക് അവർ സ്റ്റെപ്പിൻ ചെയ്യുന്നതിന് മുമ്പ് ദൈവം ചെയ്തത് അവരുടെ അന്തരീക്ഷത്തെ ദൈവം മാറ്റി. ആമേൻ. ദൈവം അവരുടെ അറ്റ്മോസ്ഫിയർ മാറ്റി.
ഇന്ന് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ദൂത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയോടുകൂടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല കുടുംബങ്ങളിൽ നിന്ന്, പല വ്യക്തിയിൽ നിന്ന് അവരുടെ അന്തരീക്ഷത്തെ ദൈവം മാറ്റുകയാണ്. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ അനുഭവിച്ച രോഗത്തിന്റെയും ദുഃഖത്തിന്റെയും ഒരന്തരീക്ഷമുണ്ട്, അടിമത്തത്തിന്റെ അന്തരീക്ഷമുണ്ട്, ഭയത്തിന്റെ അന്തരീക്ഷമുണ്ട്, ഞെരുക്കത്തിന്റെ അന്തരീക്ഷമുണ്ട്. അത് യേശുവിന്റെ നാമത്തിൽ ഇന്നത്തെ മീറ്റിംഗിന്റെ മേൽ ദൈവം അതിനെ തുടച്ചു മാറ്റുകയാണ്. അത് സംഭവിക്കുകയാണ്. ഇത് പറയുമ്പോൾ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഞാൻ സൂം മീറ്റിംഗിൽ നിങ്ങളെ ലൈവായി ശുശ്രൂഷിക്കുന്നുണ്ട്. ആ സൂം മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം. ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും 2 മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ ഒരു പ്രൊഫറ്റിക്കൽ മെസ്സേജ്, ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ കൈമാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൂം മീറ്റിംഗിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. എന്നെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയം കൂടിയായിരിക്കും അത്. നിങ്ങൾ നോക്കുക, മിസ്രൈമിൽ ആയിരുന്ന ഇസ്രയേൽ ജനം അവർ ക്യാരി ചെയ്ത ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്, ഒരു അന്തരീക്ഷമുണ്ട്. ആ അന്തരീക്ഷം എന്ന് പറയുന്നത് അത് അടിമത്തത്തിന്റെ അന്തരീക്ഷമായിരുന്നു. ഈ അടിമത്തത്തിന്റെ അന്തരീക്ഷം ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ട കാരണത്താൽ 3 കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിന്റെ മേൽ സംഭവിച്ചു. ഒന്ന്, അവരുടെ വ്യക്തിത്വത്തെ തകർത്ത് കളവാനിടയായി തീർന്നു. ഇന്ന് ഞാനിത് പറയുമ്പോഴും നിങ്ങളുടെ വ്യക്തിത്വത്തെ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ഇങ്ങനെയല്ലായിരുന്നു. പലരും എന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കുമ്പോൾ പലരും പറയുന്ന കാര്യമാണ്, ബ്രദറെ, എന്റെ ലൈഫ് ഇങ്ങനെ നയിക്കുന്ന വ്യക്തിയല്ലായിരുന്നു, ഞാൻ ഇങ്ങനെയല്ലായിരുന്നു, ഞാൻ സ്വാതന്ത്ര്യം അനുഭവിച്ച വ്യക്തിയായിരുന്നു, നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ എവിടെയോ വെച്ച് എന്റെ വ്യക്തിത്വത്തിന്റെ മേൽ ഒരു വിള്ളൽ വരുവാനിടയായി. ഇന്ന് നിങ്ങൾ പറയുന്നത് അങ്ങനെ തന്നെയാണോ? ഞാൻ നല്ല രീതിയിൽ എൻ്റെ ലൈഫ് മുന്നോട്ട് നയിച്ച വ്യക്തിയാണ്, എന്നാൽ പെട്ടെന്ന് എൻ്റെ ജീവിതത്തിന്റെ മേൽ എല്ലാം നഷ്ടപ്പെട്ട ഈ ഒരു അനുഭവം. ആരൊക്കെയോ അങ്ങനെ പറഞ്ഞ് കരയുന്നുണ്ട്. അങ്ങനെ കരയുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ എൻ്റെ യേശുവിന്റെ അത്ഭുതകരം ഞാനിത് പറയുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കുകയാണ്. വ്യക്തിത്വം തകർക്കപ്പെട്ട്, ആമേൻ, അടിമത്തത്താൽ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്ന നിന്റെ ജീവിതത്തിന്റെ മേൽ അത്ഭുതം സംഭവിക്കട്ടെ. 2, പരിമിതികൾ അവർ ഉൾക്കൊള്ളുവാനിടയായി. അവൻ ഈ അടിമത്തം കാരണം എന്റെ ലൈഫ് എങ്ങനെയേ പോകുകയുള്ളൂ, ഇനി സന്തോഷം ഉണ്ടാകുകയില്ല, ഇനി എന്റെ ജീവിതത്തിന്റെ മേൽ വിടുതൽ ഉണ്ടാകുകയില്ല, ഇനി എന്റെ ജീവിതത്തിന്റെ മേൽ ഒരു അത്ഭുതം നടക്കാൻ സാധ്യതയില്ല. അവർ അവരെ തന്നെ പരിമിതപ്പെടുത്തുവാനിടയായി. ഇന്നത്തെ മെസ്സേജിൽ ആരൊക്കെയോ പറയുന്നു, ഞാൻ പരിമിതപ്പെട്ട അനുഭവത്തിലാണ് ആയിരിക്കുന്നത്. അങ്ങനെ പറയുന്നവരോട് ദൈവാത്മ പറയുന്നു, ഇല്ല, നിന്റെ ജീവിതത്തിന്റെ മേൽ മാറ്റങ്ങൾ സംഭവിക്കും. നമുക്കറിയാം, യെബ്ബേസ് എന്നറിയപ്പെടുന്ന വ്യക്തി പഴയ നിയമത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു. യെബ്ബേസ് എന്ന് പറയുന്ന വ്യക്തി, അവന്റെ മുൻപിൽ ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു. എന്നാൽ അവൻ പരിമിതികളിൽ ജീവിക്കുവാൻ ആഗ്രഹിച്ചിരുന്നില്ല. അവർ ഇസ്രയേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം ചെയ്ത എന്താണെന്നറിയാമോ? അവന്റെ അതിരുകളെ ദൈവം വിശാലതയിലേക്ക് കൊണ്ടുവന്നു. ഇന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവാത്മ പ്രേരിതമായി ദൂതനെ ഞാൻ കൈമാറുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വിശാലത കടന്നു വരുവാനിടയായിത്തീർന്നു. അവൻ വിശാലത കടന്നു വരുവാൻ വേണ്ടി പോകുകയാണ്. നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം കമന്റ് ഇട്ടാട്ടെ, 2026 എന്റെ ജീവിതത്തിന്മേൽ ഞാൻ വിശാലത കാണും. അത് യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ വ്യക്തിപരമായ അനുഭവത്തിന്റെ മേൽ സംഭവിക്കുകയാണ്. പരിമിതികൾ കൊണ്ടുവരുന്ന അടിമത്തങ്ങൾ ശാസിക്കുകയാണ്. 3, അവർ മർദ്ദനമേറ്റു. ഈ മർദ്ദനം അവരുടെ ജീവിതത്തിന്റെ മേൽ ഒരു സാധാരണ കാര്യമായി മാറി. ആമേൻ. ഇന്ന് നിങ്ങൾ പറയുന്നത്, ഇതെന്റെ ജീവിതത്തിൽ നോർമലാണ് ബ്രദറെ, അവൻ ഈ കണ്ണീര് നോർമലാണ്, ഈ അസ്വസ്ഥത നോർമലാണ് എന്നിട്ട് പറയുന്നു, ഈ കടഭാരം നോർമലാണ്, എല്ലാം എന്റെ ജീവിതത്തിൽ ഞാൻ അതിനോട് പൊരുത്തപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊരു അടിമത്തത്തിന്റെ ലക്ഷണമാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇതൊരു അടിമത്തത്തിന്റെ ലക്ഷണമാണ്. എന്നാൽ എന്റെ യേശുവിന് നിന്നെ അതിൽ നിന്ന് വിടുവിക്കുവാൻ പറ്റും. അടിമത്തം നിന്റെ ജീവിതത്തിൽ വന്നാൽ ഏകദേശം 4 കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. 1, ഭയം സംഭവിക്കും, നിന്റെ മേൽ നിയന്ത്രണം കൊണ്ടുവരുവാനിടയാകും. 3,
നിന്റെ ജീവിതത്തിന്മേൽ ക്ഷാമം, ദാരിദ്ര്യം അനുഭവിക്കുവാനിടയായിത്തീരും. 4, മർദ്ദനം അനുഭവിക്കുവാനിടയായിത്തീരും. അതാൽ നിനക്ക് നീ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. എന്നാൽ ഇതിന്മേൽ ഒരു അത്ഭുത വിടുതൽ എന്റെ ദൈവം ചെയ്യുന്നു എന്ന് പറയുവാനാണ് ദൈവം എന്നെ പ്രാർത്ഥനാ റൂമിൽ നിന്ന്, ഈ റൂമിൽ നിന്ന്, പ്രാർത്ഥനാ റൂമിൽ നിന്ന് നിങ്ങളുടെ ഭവനത്തിലേക്ക് സന്ദേശമായിട്ട് അയച്ചിരിക്കുന്നത്. അത്ഭുതങ്ങൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുകയാണ്. ആമേൻ. മരുഭൂമിയിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് എന്റെ ദൈവം അന്തരീക്ഷത്തെ മാറ്റി. ഈ അന്തരീക്ഷത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പകൽ മേഘസ്തംഭത്തിൽ കൂടിയും രാത്രി അഗ്നിതുണയും നൽകിക്കൊടുത്ത ദൈവം നയിക്കുമ്പോൾ ഇവർ ദൈവത്തിൽ ആശ്രയിക്കും. ആമേൻ. ഇവരുടെ ശരണം എന്ന് പറയുന്നത് ദൈവം മാത്രമായിരിക്കും. ഇവർക്കൊരു വിശ്വാസമുണ്ടാകും, എന്റെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. ഇവർ പിന്നീട് നടക്കുന്ന സാന്നിധ്യത്തിലാണ്. സാന്നിധ്യമുള്ളിടത്ത് അത്ഭുതങ്ങൾ സംഭവിക്കും. സാന്നിധ്യമുള്ളിടത്ത് ചെങ്കടൽ 2ആയി വിഭജിക്കപ്പെടും. സാന്നിധ്യമുള്ളിടത്ത് മാറമധുരമാകും. സാന്നിധ്യമുള്ളിടത്ത് ദൈവം ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികൾ അവർ കാണുവാനിടയായി. ഇന്നും നിങ്ങളുടെ ജീവിതത്തിൽ ആരൊക്കെയോ അടിമത്തം കൊണ്ടുവന്നിട്ടു എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവർ, അത്ഭുത സൗഖ്യത്തെ, ദൈവപ്രവൃത്തിയെ നിങ്ങൾ അനുഭവിക്കുകയാണ്. ഈ മെസ്സേജുകൾ നിങ്ങൾക്കൊരു അനുഗ്രഹമാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ദയവായി ഷെയർ ചെയ്തെത്തിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ശുശ്രൂഷയുടെ ഒരു വലിയ ഭാഗം കൂടി നിങ്ങൾ ആയിത്തീരുകയാണ്. എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാൻ പാലക്കാട് നിങ്ങളെ ശുശ്രൂഷിക്കുന്നുണ്ട്. പാലക്കാട് ജോബീസ് മോൾ എന്നറിയപ്പെടുന്ന, സുൽത്താൻപേട്ടിലുള്ള ജോബീസ് മോൾ എന്നറിയപ്പെടുന്ന മോളിന്റെ 4ാം നിലയിലുള്ള സിൽവർ ഹാളിൽ വെച്ചാണ് നമ്മുടെ മീറ്റിംഗ് നടത്തപ്പെടുന്നത്. ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ അടിമത്തത്തെ ആ ഭവനത്തിൽ നിന്ന് ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ എന്ത് സ്ഥലത്ത് എവിടെയൊക്കെ കടന്നുപോയി ഒരു വിടുതൽ കാണുന്നില്ല എന്ന് പറയുന്ന ആരൊക്കെയോ എന്നെ കേൾക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിന്റെ മേൽ അത്ഭുതത്തെ ഞാൻ വയ്ക്കുകയാണ്. സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ. നിന്റെ സമ്പത്തിന്റെ മേൽ നീ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. നിന്റെ ആരോഗ്യത്തിന്റെ മേൽ നീ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. നിന്റെ മക്കളുടെ ജീവിതത്തിന്റെ മേൽ നീ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. വലിയ മാറ്റങ്ങൾ ദൈവം ചെയ്യും യേശുവൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. നാളെ വേറൊരു മെസ്സേജുമായി കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ.